ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ബ്രെഡും മുട്ടയും വെച്ചുള്ള ഒരു സാൻഡ്വിച്ചാണ്. വളരെ എളുപ്പത്തിൽ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയിലയും, പിന്നെ ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ ബട്ടറും, പിന്നെ 2 മുട്ടയും. ആദ്യം നമുക്ക് മുട്ടയിലേക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റും ഉള്ളിയും മല്ലിയിലയും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിവിടെ 1/4 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം മുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റും ഉള്ളിയും എല്ലാം എല്ലായിടത്തും ഒരുപോലെ വരുന്ന വിധത്തിൽ. 1 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 2 സ്ലൈസ് ബ്രെഡും ഇതേപോലെ വെച്ച് കൊടുക്കാം. വെച്ചൊന്ന് 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മുട്ടയുടെ ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പൊടിഞ്ഞു പോകാതെ തിരിച്ചിട്ട് കൊടുക്കണം. 3 മിനിറ്റ് കഴിയുമ്പോൾ മറ്റേ സൈഡും നന്നായിട്ട് കുക്കായി കാണും. അപ്പോൾ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള എഗ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ടേസ്റ്റിയുമാണ്. ഇത് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ കഴിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, ഷെയർ ചെയ്തേക്കണം, കമൻറ്റ് ചെയ്യണം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്